ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ മോഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ത്രീ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ കൺസ്യൂമർ ബിഹേവിയർ, ഹൗ ഡസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം കൺസംഷൻ ബിഹേവിയർ? എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്നും അതിൻ്റെ കൺസംഷൻ ബിഹേവിയറുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നും എഴുതാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ. കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസം. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സാധനം വാങ്ങുന്ന ആൾ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ആൾ. നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ചോക്ലേറ്റ് തന്നു, നിങ്ങളുടെ ഫ്രണ്ട് കസ്റ്റമറും നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾ കൺസ്യൂമർ. അത്രയുള്ള വ്യത്യാസം. വാട്ട് ഈസ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ? പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ നമ്മൾ പഠിച്ചു, അതായത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഉള്ള അവരുടെ അഭിപ്രായങ്ങൾ. വാട്ട് ഈസ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ? നെയിം ദ വേരിയസ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ വരുന്ന ഇത് മെത്തേഡ്സ് ഓഫ് സെഗ്മെൻറ്റേഷനിൽ വരുന്നതാണ്. ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയറലൊക്കെ. നെക്സ്റ്റ്, ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. വാട്ട് ഈസ് മൈക്രോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? ഡിഫൈൻ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. വാട്ട് ഈസ് പ്രൊഡക്റ്റ് പൊസിഷൻ? ഒക്കെ 3 മാർക്കാകുമ്പോൾ ഒരു പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ 3 മാർക്ക്, 6 മാർക്ക് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിലെ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ് അത് എഴുതുക. What are the various factors influencing market segmentation? Describe briefly the steps involved in product positioning. Product positioning in the steps എഴുതുക. Differentiate between positioning and segmentation. State the importance of product differentiation. Distinguish between segmentation and product differentiation. Discuss the role of consumer behavior in buying decision process. Page number 48-49 ഉണ്ട്. നെക്സ്റ്റ് 10 മാർക്സിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ പ്രൊഡക്റ്റ് പൊസിഷനിങ്. വാട്ട് ആർ ദ ടെക്നിക് യൂസ് ഫോർ പ്രൊഡക്റ്റ് പൊസിഷനിങ്? വാട്ട് ഈസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്? എക്സ്പ്ലെയിൻ ദ അപ്രോച്ചസ്, ഇമ്പോർട്ടൻസ് ആൻഡ് സ്റ്റെപ്പ്. ദെൻ ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഇമ്പോർട്ടൻസ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഇതിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്.